നമസ്കാരം. മഹാരാഷ്ട്രയിലെ ഛത്രപതി സംഭാജി നഗറിലാണ് ഉള്ളത്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇന്ന് മുംബൈയിലേക്ക് തിരിച്ചു പോവുകയാണ്. രാവിലെ ഇപ്പൊ 8 മണിയായേ. ഞങ്ങൾ റൂം എടുത്തത് ഈ ഭാഗത്താണ്, അതായത് സെൻട്രൽ ബസ് സ്റ്റാൻഡ് ആണ് ഇവിടെ ഉള്ളത്. എല്ലോറ കേവിലേക്കൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്നാണ് ബസ് കിട്ടുക. 42ാമത് നമ്പർ ബസ്സിനാണ് കയറേണ്ടത്. ഞങ്ങൾ എല്ലോറ കേവിലേക്ക് പോയത് ബസ്സിനല്ല, ഓട്ടോക്കാണ്. ബസ് ഇറങ്ങി വരുന്ന കാണുന്നില്ലേ? ഇനിയിപ്പോൾ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു 3 കിലോമീറ്റർ ദൂരമുണ്ട്. നമുക്കെന്തായാലും ഷെയർ വണ്ടി കിട്ടുമോ നോക്കാം. ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു ഓട്ടോ കിട്ടി. ഒരാൾക്ക് 20 രൂപയാണ്. ചെറിയ പൈസക്ക് തന്നെ നമുക്ക് ഇതുപോലുള്ള ഷെയർ വണ്ടികളിൽ പോവാം. സിറ്റിയുടെ രാവിലത്തെ ഒരു കാഴ്ചയാണ്. ഈ റൂമൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ഈ സെൻട്രൽ ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്ത് വന്ന് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇവിടെയാണ് ചീപ്പ് റേറ്റിൽ നമുക്ക് റൂമൊക്കെ കിട്ടുക. റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇത് ഇവിടുത്തെ ഗവൺമെന്റ് വണ്ടിയാണ്. ഒരു ഓട്ടോയില് മാക്സിമം 6-7 ആൾക്കാരൊക്കെ പോകും. ഇവിടെ ഓട്ടോയിൽ ഇവിടെ വരെയാണ് വന്നത്. ഇവിടെ തന്നെ ഒരു വലിയ പള്ളിയൊക്കെ കാണാം. നല്ലൊരു തിരക്കേറിയ ഒരു സർക്കിൾ തന്നെയാണ്. ഇനിയിപ്പോൾ ഇതുവഴിയാണ് സ്റ്റേഷനിലേക്ക് പോകാനുള്ളത്. ഇതൊരു ഷെയർ വണ്ടിയാണെന്ന് തോന്നുന്നു. ഇതേ ഒരുപാട് ചാക്കും കെട്ടും ബാഗുകളൊക്കെ കാണാം. കുറച്ച് ലോങ് പോകേണ്ട വണ്ടിയാകാം. ഇതാണ് നേരെ സെൻട്രൽ ബസ് സ്റ്റാൻഡിലേക്കുള്ള ഒരു ഭാഗം. ഞങ്ങളിനിപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. ഈ ധാബേന്നൊന്നല്ല, ഇവിടെ കുറച്ച് വൃത്തി കുറവാണ്. ഒരുപാട് ധാബകളൊക്കെ ഇവിടെ കാണാം. ഇത് ഈ ഭാഗത്തേക്ക് പോവാം. ഫുഡ് കഴിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറുന്നല്ല നല്ലത്. ഇവിടുത്തെ ഇഡ്ഡലി വട എന്ന് പറയുന്നത് ഒരു ഇഡ്ഡലിയും ഒരു വടയാണ്. ചട്നി ഉണ്ട്, സാമ്പാറുണ്ട്. പിന്നെ എന്തായാലും ഇഡ്ഡലി എക്സ്ട്രാ വാങ്ങിക്കേണ്ടി വരും. ഭക്ഷണമൊക്കെ കഴിച്ച് റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലേക്ക് എത്തിയ ഇവിടെ ഇപ്പം നിലവിൽ നവീകരണമാണ്. സ്റ്റേഷന്റെ പുതിയ ഒരു കെട്ടിടത്തിന്റെ ഭാഗങ്ങളൊക്കെ ഇങ്ങോട്ടാണ്. ഇവിടെ ഇതാ ഛത്രപതി സംഭാജി നഗർ എന്നൊക്കെ എഴുതി കാണാം. ഇനിയിപ്പോൾ നേരെ അകത്തേക്ക് കയറാം. ഇവിടെ സ്റ്റേഷനിലേക്ക് ഒരു ട്രെയിൻ കടന്നു വരികയാണ്. മൻമാട് ഹസൂർ സാഹിബ് നാൻഡേഡ് എക്സ്പ്രസ്. WDP 4D ആണ് ലോക്കോ. ഇതിന് കൂടുതൽ അൺറിസർവ്ഡ് തന്നെയാണ്. നിസാമാബാദ് പൂനെ എക്സ്പ്രസ് ആണിത്. ഈ റൂട്ട് സിംഗിൾ ലൈനാണ്. നേരത്തെ വന്ന ഒരു വണ്ടിയില്ലേ, അത് വരാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് നേരമായി ഇവിടെ എത്തിയിട്ട്. ഇതിലും കൂടുതൽ അൺറിസർവ്ഡ് തന്നെയാണ്. ഇന്ന് യാത്ര ചെയ്യുന്ന ട്രെയിനെ പറ്റി പറയാം. ഈ ട്രെയിൻ പുറപ്പെടുന്നത് ഹിങ്കോളി ഡെക്കാൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അതായത് പറഞ്ഞാൽ ഈ മറാത്ത്വാഡ റീജിയനിൽപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ്. ഇവിടുന്ന് 257 കിലോമീറ്റർ മാറിയിട്ടാണ് ആ സ്ഥലം വരുന്നത്. അതായത് വെളുപ്പിന് 4:20 ആ ട്രെയിൻ പുറപ്പെട്ടു. അതായത് ഹിങ്കോളി ഡെക്കാന്ന് ഛത്രപതി ശിവജി മഹാരാജ ടെർമിനസിലേക്ക് പോകുന്ന ജനശതാബ്ദിയിലാണ് യാത്ര ചെയ്യുന്നത്. ഈ ട്രെയിൻ ഇവിടെ എത്തുന്നത് രാവിലെ 9:30 ഞങ്ങൾ അതിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തത് സെക്കൻഡ് സീറ്റിങ്ങിലാണ്. ഒരുപാട് അവൈലബിൾ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 3 ആഴ്ച മുന്നെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഞങ്ങൾ എല്ലാ സമയത്തും ജനശതാബ്ദിയിൽ കയറിയാൽ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് എത്ര സീറ്റുകൾ ഉണ്ടെങ്കിലും ബുക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും കിട്ടുന്നത് വ്യത്യസ്തമായ സ്ഥലത്താണ്. ഇന്നും കിട്ടിയത് അങ്ങനെ തന്നെയാണ്. ഛത്രപതി സംഭാജി നഗർ സ്റ്റേഷന്റെ കോഡ് CPSN ആണ്. ഇവിടെ 3 ഭാഷകളിലായി പേര് കൊടുത്തിരിക്കുന്നത് കാണാം. ഈ മറാത്തിയും ഹിന്ദിയും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് എഴുതുന്നതൊക്കെ ഒരേപോലെയാണ്, പക്ഷെ പറയുന്നതിൽ കുറച്ച് അധികം വ്യത്യാസമുണ്ട്. ട്രെയിൻ നമ്പർ 120-72 പ്ലാറ്റ്ഫോമിലേക്ക് ഇതാ കടന്നു വരികയാണ്. ജൻ ശതാബ്ദി എക്സ്പ്രസ്. ഇതിൽ നമ്മൾ യാത്ര ചെയ്യുന്ന കോച്ച് D2 ആണ്. ഞങ്ങൾക്ക് എന്തായാലും ഒരു വിൻഡോ സീറ്റ് ഉണ്ട്. അതുള്ളത് വളരെയധികം ഉപകാരമാണ്. ഇവിടെ തന്നെയാണ് ഈ വണ്ടി ഫുള്ളാവുന്നത് കേട്ടോ. 5 മിനിറ്റാണ് ഇവിടെ ഈ ട്രെയിൻ സ്റ്റോപ്പ്. ഇതിന്റെ D2 ഒക്കെ നല്ല തിരക്കാണല്ലോ. പിന്നെ റേക്ക് ഷെയറിംഗ് ഒക്കെ ഉണ്ട്. ആഹാ, ഇതാണ് നമ്മുടെ കോച്ച്.
കണ്ടിട്ടൊരു കുഴപ്പമില്ലാത്ത നല്ല പുഷ് പാക്ക് ചെയ്യാൻ പറ്റുന്ന കോച്ച് തന്നെയാണ്. അതെന്തായാലും ഉപകാരമായി. ജനറൽ ആണോ എന്നൊരു സംശയമുണ്ട്. സീറ്റ് നമ്പർ ഏതൊക്കെയാ? അയ്യോ അങ്ങ് അവിടെയാടാ. ഇവിടെയല്ല, ഇവിടെ 100 മുതലാ. ഇവിടെ കയറിയിട്ട് കാര്യമില്ല. 12-9 ആണെങ്കിൽ ഇവിടെയാണ്. കുഴപ്പമില്ല, നമ്മുടെ സീറ്റ് പറയാനും കയറുന്നാൽ നമ്മൾ പിടിച്ച് മാറ്റും, അത് വേറെ കാര്യം. അവിടുന്ന് പഠിക്കുക വേണ്ട. സ്റ്റേഷനിൽ ഇപ്പോൾ തിരക്കണ്ട. ഈ സീറ്റ് നമുക്ക് മനസ്സിലാക്കൽ എങ്ങനെ അറിയോ? ഈ കയറുന്ന ഇവിടെ തന്നെ സീറ്റിന്റെ ഒരു പൊസിഷൻ എഴുതും. 1 മുതൽ 102 വരെ തുടങ്ങുന്നത് ഇതാ ഈ ഭാഗത്താണ്. നിങ്ങൾ ട്രെയിനിൽ ഇങ്ങനെ കയറുന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ സീറ്റ് തപ്പി പോകേണ്ട ഒരു അവസ്ഥ വരും, തിരക്കുള്ള ട്രെയിനൊക്കെ ആണെങ്കിൽ. സംഭാജി നഗർ റെയിൽവേ സ്റ്റേഷൻ ഇതാ ട്രെയിൻ പുറപ്പെട്ടു. ഈ ട്രെയിന് കുറച്ച് സ്റ്റോപ്പുകൾ മാത്രമേ ഉള്ളൂ മുംബൈക്കിടയിൽ. ട്രെയിൻ ഇപ്പോൾ മൺമാട് ജംഗ്ഷനിലെത്തി. ഇവിടെ 11:30 വണ്ടി എത്തി. ഇനി 11:50 എടുക്കുള്ളൂ. ഈ വണ്ടിക്കുണ്ടല്ലോ ഒരുപാട് സ്ലാക്ക് ടൈമിംഗ് ഉണ്ട്. അതൊക്കെ ക്ലിയർ ആക്കുവാണെങ്കിൽ നേരത്തെ തന്നെ മുംബൈയിൽ എത്തുമായിരുന്നു. പിന്നെ ഇതുവഴി തന്നെയാണ് നമ്മുടെ മംഗള എക്സ്പ്രസ് ഒക്കെ വരുന്നത്. അത് നേരെ ഭുസാവാലിലേക്ക് പോകും. പിന്നെ ഇവിടെ നിന്ന് തന്നെ നേരെ സായിനഗർ ഷിർദിയിലേക്കും ലൈൻ ഉണ്ട്. 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് വണ്ടി വന്നത്. ഇവിടെ ബജി ഉണ്ട്, അതുപോലെ തന്നെ വടാപ്പാവ് ഉണ്ട്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ബജിയാണ്. പിന്നെ ഇവിടെ ഇതാ വടാപ്പാവ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഒരു തിരക്കേറിയ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. ഇതാണ് നമ്മുടെ കോച്ച്. 2018 നിർമ്മിച്ച കോച്ചാണിത്. ശരിക്കും പറഞ്ഞാൽ ഒരു തിരക്കേറിയ കോച്ച് തന്നെയാണ് കേട്ടോ. ഒരു സീറ്റ് പോലും വേക്കൻ്റ് ഇല്ല. ശരിക്കും മന്മാട് എന്നാണ് പ്രൊണൗൺസ് ചെയ്യേണ്ടത്. ഞങ്ങൾ പറയുന്ന സമയത്ത് മാൻമട് എന്നൊക്കെ ചില സമയത്ത് പല വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യേണ്ടത്. പിന്നെയുണ്ടല്ലോ ഈ ട്രെയിനിൽ ഇപ്പോൾ തോന്നുന്നു CC എടുത്താൽ മതി എന്ന്. എന്താ അറിയുക, നമ്മുടെ കോച്ചിലുള്ള സഹയാത്രികർ കുറച്ച് അലമ്പ് ടീംസാണ്. എന്താ അറിയുക, നമുക്ക് മര്യാദക്കൊന്നും ഇരിക്കാൻ പോലും പറ്റുന്നില്ല. അതിൻ്റെ അകത്തെ കാഴ്ച പകർത്താത്തതിൻ്റെ റീസൺ കൂടുതലും കുട്ടികളും സ്ത്രീകളൊക്കെയാണല്ലേ. സംഭാജി നഗർന്ന് കയറുന്ന സമയത്ത് തന്നെ മനു ഇരിക്കുന്ന സീറ്റ് ഉണ്ടല്ലോ, ആ സീറ്റിൽ വേറെ ആൾക്കാർ അത് സ്ത്രീ കയറി ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു മാറി തരണം എന്ന് പറയുമ്പോൾ അവര് കേൾക്കണ്ടേ, ഇങ്ങോട്ട് ഞെട്ടിക്കുന്നല്ലേ, ഞെട്ടിക്കുന്നത്. പിന്നെ നമുക്ക് അങ്ങോട്ട് മറുപടി പറയാനൊന്നും പറ്റുന്നില്ല. കാരണം സ്വന്തം മറാത്തിയിലാണ് നമ്മൾ സംസാരിക്കേണ്ടത്. പിന്നെ എന്ന് വെച്ചാൽ ഇവരോടൊക്കെ പറഞ്ഞാലുണ്ടല്ലോ നമുക്കായിരിക്കും പ്രശ്നം വരിക. അതായത് ഇവരെ ഭാഗത്താണ് ന്യായം ഉള്ളത് പോലെയാണ് സംസാരിക്കുന്നത്. അതാണ് മെയിൻ പ്രശ്നം. നമ്മൾ എന്ത് പറഞ്ഞാലും അവർക്ക് അത് മനസ്സിലാവുന്നില്ല. സ്ത്രീകളോട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ആ സമയത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അതാണ് മെയിൻ റീസൺ. ഇതിന്റെ CC എടുക്കുവാണെങ്കിൽ അത്ര ശല്യം ഉണ്ടാവില്ലായിരുന്നു. ട്രെയിൻ ഇപ്പോൾ നാസിക് റോഡ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഹരിഹർ ഫോർട്ടിലേക്ക് പോകാനുള്ളവർക്ക് ഇവിടെ ഇറങ്ങാം. കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് ഹരിഹർ ഫോർട്ട് കാണാൻ വരാറുണ്ട്. അവരൊക്കെ മംഗള എക്സ്പ്രസ്സിലൊക്കെ കയറിയിട്ട് ഇവിടെ ഇറങ്ങിയിട്ട് പിന്നെ ഇവിടെ നിന്നാണ് പോകാറുള്ളത്. പിന്നെ റോഡ് വഴിയാണ് പോകാൻ പറ്റുക. ഇന്ന് വരാനുള്ള ആൾക്കാരുടെ തിരക്കാണിത്. നമ്മുടെ ഈ ട്രെയിനിൽ കാണേണ്ട കൂടുതൽ കാഴ്ച ഇഗാത്പുരിയിൽ നിന്ന് കസാറ വരെയുള്ള ഒരു റൂട്ടിലേക്കാണ്. ഇവിടെ നിന്ന് ഹരിഹർ ഫോർട്ടിലേക്ക് 50 കിലോമീറ്റർ ആണ് ദൂരമുള്ളത്. ട്രെയിൻ ഇവിടെ 3 മിനിറ്റ് ഉണ്ട് സ്റ്റോപ്പ്. നേരത്തെയൊക്കെ ഓൺ ടൈമിന് ഓടിയ വണ്ടിയാണ്, ഇപ്പോൾ കുറച്ച് ഡിലേ ആയി. ട്രെയിൻ ഇപ്പോൾ ഇഗാത്പുരി എത്താനായേ. അതിന് മുന്നേ തന്നെ കാണുന്ന വലിയ മലനിരകളൊക്കെയാണ്. ഇനി ഇവിടുന്നാണ് കസാറ ഭാഗം വരെ നല്ല കിട്ടിലൻ വ്യൂ ഒക്കെ ഉള്ളത്. ട്രെയിൻ ഇപ്പോൾ ഇഗാത്പുരി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഇഗാത്പുരിയിൽ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. പിന്നെ ഇവിടെ ഇതാ വടാപ്പാവും ബജിയൊക്കെയാണ് ഇവിടുന്ന് വിൽക്കുന്നത്. ഇവിടെ ഉള്ളത് വടാപ്പാവാണ്. മഹാരാഷ്ട്രയിലേത് ഒരു പ്രധാനപ്പെട്ടൊരു ഫുഡ് തന്നെയാണല്ലോ വടാപ്പാവ്. ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേഷനിലും നമുക്ക് വടാപ്പാവ് കിട്ടും. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ട്രെയിൻ കടന്നു പോകുന്ന ഒരുപാട് ഘാട്ട് സെക്ഷനുകളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 2 മഹാരാഷ്ട്രയിലെ കസാറ ഘട്ടും, അതായത് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതും, അതുപോലെ തന്നെ മറ്റൊന്നുമില്ലത് ബോർഘട്ടാണ്. ബോർഘട്ട് വരുന്നത് മുംബൈയിൽ നിന്ന് പൂനെയിലേക്ക് പോകുന്ന വഴിയാണ്, അതായത് ലോണാവാല ഒരു ഭാഗത്തൊക്കെ.
അപ്പോൾ നമ്മളിന്ന് പോകുന്ന കസാറഘാട്ടിന് മറ്റൊരു പേര് കൂടിയിട്ട് ദാൽഘട്ട് എന്ന് പറയും. അത് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കിപ്പോൾ പോകുന്നത് മുംബൈ ഭാഗത്തേക്കാണല്ലോ. നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ കുത്തനെയുള്ള ഇറങ്ങിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇറങ്ങി പോകുന്നതുകൊണ്ട് ഈ പറഞ്ഞ ട്രെയിനിൽ സെപ്പറേറ്റ് ആയിട്ട് ലോക്കോ ഒന്നും അറ്റാച്ച് ഒന്നും ചെയ്യില്ല. പക്ഷേ നമ്മൾ മുംബൈയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിലുണ്ടല്ലോ സെപ്പറേറ്റ് ലോക്കോ അറ്റാച്ച് ചെയ്യും. അതായത് ബാങ്കർ ലോക്കോ, അതായത് നമ്മുടെ ട്രെയിനിൻ്റെ പിറകിലാണ് അറ്റാച്ച് ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ കസാറ എന്നാണ് ബാങ്കർ ലോക്കോമോട്ടീവ് ഒക്കെ അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ ദാൽഘട്ട്, അതായത് കസാറഘട്ടിൻ്റെ ഒരു അനുപാതം പറയുകയാണെങ്കിൽ 1:37 ആണ്. അതെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രെയിൻ 37 മീറ്റർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 1 മീറ്റർ ഉയരത്തിലേക്ക് വരും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ ഇഗാത്പുരി റെയിൽവേ സ്റ്റേഷൻ ഇതാ ട്രെയിൻ എടുത്തേ. നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു റൂട്ടില്ലേ, ഇതുവഴി ശരിക്കും പറഞ്ഞാൽ വരേണ്ടത് മഴക്കാലത്താണ്. ആ പച്ചപ്പൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റിയ ആ സമയത്താണ്. ഇഗാത്പുരിക്കും കസാറക്കും ഇടയിൽ 15 കിലോമീറ്ററിലാണ് ഘാട്ട് സെക്ഷൻ ഉള്ളത്. ശരിക്കും മുംബൈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടാണ് വരേണ്ടത്. ഇവിടെ ഒരു ടണല് കാണാം. വണ്ടി വളരെ സ്ലോ ആണ്. ഇപ്പൊ വണ്ടി ചെറുതായിട്ട് ഇറങ്ങുകയാണ്. ഞങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട് കേട്ടാ. കുറച്ച് സൂം ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്കത് പിന്നെയും മനസ്സിലാവും. ദേ ഇറങ്ങി വരികയാണ്. ഈ ട്രെയിനിൽ പാൻട്രി കോച്ചൊക്കെ ഉണ്ട്. അതായത് ചിക്കൻ ബിരിയാണി, എഗ് ബിരിയാണി ഒക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. ഞങ്ങൾ എന്തായാലും ഇതിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നില്ല. ഇനിയിപ്പം വൈകുന്നേരം മുംബൈ എത്തിയിട്ട് അവിടെ നിന്ന് കഴിക്കാം അല്ലേ. മുംബൈ എത്തുമ്പോൾ ഏകദേശം വൈകുന്നേരം ഒരു 4:30 ആവും. അങ്ങനെ കുഴപ്പമില്ല, അവിടെ എത്തിയ ശേഷം മതി. അങ്ങനെ റൂട്ടിലെ ആദ്യത്തെ തുരങ്കത്തിലേക്ക് കയറുകയാണ്. ടണലിന് ലൈറ്റൊക്കെ ഉണ്ട്. ഇവിടെ നമുക്കൊരു കാഴ്ച കാണാം. അതായത് ഈ ട്രാക്ക് കണ്ടോ, നേരെ മുകളിലേക്ക് പോകുന്നത്. അത് കുറച്ചും കൂടെ വ്യക്തതയോടെ കാണാം. അതായത് ഈ ട്രാക്ക് നേരെ മുകളിലേക്കാണ്. ഇത് അങ്ങനെ തന്നെയാണ്, നേരെ മുകളിലേക്കാണ്. ഇതുവഴി തന്നെ റോഡും പോകുന്നത് കാണാം.
മുംബൈയിൽ നിന്ന് ഈ ഭാഗത്തേക്ക് വരുമ്പം ട്രെയിനിന്റെ പുറകിൽ 2 എഞ്ചിനുകൾ അറ്റാച്ച് ചെയ്യുന്ന പറഞ്ഞില്ലേ, അതായത് ബാംഗ്ലൂർ ലോക്കോമോട്ടീവ് ആണെന്ന് പറഞ്ഞില്ലേ, അത് വേണ്ടാത്ത 2 വണ്ടികളുണ്ട്. അതായത് വന്ദേ ഭാരത്, ഒന്ന് നേരെ മുംബൈയിൽ നിന്ന് ഷിർദിയിലേക്ക് വന്ന വന്ദേ ഭാരത്, മറ്റൊന്ന് ഹസൂർ സാഹിബ് നാൻഡഡിലേക്ക് വന്ന വന്ദേ ഭാരത്. അതുപോലെ തന്നെ നമ്മൾ ട്രെയിനുകൾ യാത്ര ചെയ്യുന്ന സമയത്ത് കയറ്റം കയറി വരുന്ന സമയത്തുള്ള ട്രെയിനുകൾക്ക് ബാക്കിൽ അറ്റാച്ച് ചെയ്യുന്ന ലോക്കോനെ പറഞ്ഞ പേരാണ് ബാങ്കർ എന്ന്. നേരെ മറിച്ച് മുന്നിലാണ് അറ്റാച്ച് ചെയ്യുന്നത്, അതിനെ പറഞ്ഞ പേര് ബ്രേക്കർ എന്നാണ്. ഇവിടെ പാറകളുടെ ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഇത് ചെയ്ത് കണ്ട, ഇതൊക്കെ ഇടിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ട്രെയിൻ നിർത്തി, ഇനി ഒരു 2 കിലോമീറ്ററും കൂടെ ഉള്ളൂ കസാറയിലേക്ക്. മുംബൈ ഭാഗത്ത് വരുന്ന വണ്ടിയാണ്. 3 ബാങ്കർ ലോക്കോമോട്ടീവ് ആണ് അറ്റാച്ച് ചെയ്തത്. ട്രെയിൻ ഇപ്പോൾ കസാറ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇതിന് മുന്നേ തന്നെ ഒരു പാലം കാണാം. വെള്ളം വളരെയധികം കുറവാണ്. ഇവിടെയൊക്കെ വീടുകളൊക്കെയാണ്. കസാറ പട്ടണത്തിൻ്റെ ഒരു ഭാഗമാണത്. കസാറ ഈ ഒരു ലോക്കോമോട്ടീവ് ഇല്ലേ, ഇതാണ് ബാങ്കറൊക്കെ ആയിട്ട് ഈ റൂട്ടിൽ പോകാറുള്ളത്. കല്യാൺ ലോക്കോ ഷെഡിൻ്റെ ആണിത്. ഇത് 3 കാണും. നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ഈ ജനശതാബ്ദി എക്സ്പ്രസിന് വലിയൊരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ദൂരത്തിലോടുന്ന ജനശതാബ്ദി ഇതാണ്. അതായത് ഹിങ്കോളി ഡെക്കാൻ CSTയിലേക്ക് ഏകദേശം 662 കിലോമീറ്ററാണ് ഇത് ഓടുന്നത്. അതുപോലെ തന്നെ ഉണ്ടല്ലോ, രണ്ടാമത് വരുന്നത് മുംബൈയിൽ നിന്ന് മഡ്ഗാവിലേക്ക് പോകുന്ന ജനശതാബ്ദിയാണ്. അത് 582 കിലോമീറ്റർ ആണ് ഓടുന്നത്. നമ്മുടെ തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി ആണെങ്കിൽ 500 കിലോമീറ്റർ ആണ് ഓടുന്നത്. ഇത് ഇത്തിരി 662 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1 റേക്ക് വെച്ചിട്ടല്ല ഓടുന്നത്, 2 റേക്ക് വെച്ചിട്ടാണ് ഓടുന്നത്. കൂടാതെ തന്നെ ഞാനുണ്ടല്ലോ ഈ കസാറ എത്തുന്നതിന് മുന്നേ തന്നെ ബാങ്കർ ലോക്കോമോട്ടീവ് അറ്റാച്ച് ചെയ്തിട്ട് ഇഗാത്വിയിലേക്ക് പോകുന്ന ഒരു ട്രെയിൻ കാണിച്ചത്. അത് പറഞ്ഞാൽ ഇതിന്റെ ഇപ്പുറത്തേക്ക്, അതായത് മുംബൈയിൽ നിന്ന് ഹിങ്കോളി ഡെക്കാനിലേക്ക് പോകുന്ന ജനശതാബ്ദി എക്സ്പ്രസ് ആണ്. ട്രെയിൻ ഇപ്പിത കല്യാൺ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ തന്നെയാണ് പ്ലാറ്റ്ഫോം. ഇനി ഇവിടുന്ന് ഒരു 1 മണിക്കൂറിൻ്റെ അടുത്ത് യാത്ര വേണം CSTയിലേക്ക്. ഒരു പാൻഡറിലാണ് അത് കയറി പോകും. മുംബൈയിൽ വന്നാൽ ഇതുപോലെ ട്രെയിനും ലോക്കൽ ട്രെയിനും തമ്മിലുള്ള ഫോട്ടോ ഒക്കെ കാണാം. അത് കയറി പോവുകയാണ്.
4:12 ട്രെയിൻ ഇപ്പൊ താണെ റെയിൽവേ സ്റ്റേഷൻ ഇതാ എടുത്തു. ഇനി അടുത്ത് തന്നെയാണ് CSMT, അതിലൂടെയാണ് ലോക്കൽ ട്രെയിൻ പോവുക. ട്രെയിൻ ഇപ്പോൾ ദാദർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ദാദർ കഴിഞ്ഞപ്പോഴത്തേക്ക് കോച്ചുകളൊക്കെ ഓൾമോസ്റ്റ് empty ആയി തന്നെ പറയാം. ഇത് നമ്മുടെ തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദിന്റെ സീറ്റിംഗ് ലേഔട്ടാണ്. അതായത് ഫേസ് ടു ഫേസ് നോക്കിയിരിക്കണം. ഇതും കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മൾ യാത്ര ചെയ്യുന്ന കോച്ചില്ലേ, അതിത് ഇവിടെയാണ്. ഇതിന്റെ സീറ്റിംഗ് ലേഔട്ട് വരുന്നത് ഇങ്ങനെയാണ്. ഇതേണ്ട, ഇത് കുറച്ചും കൂടെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റും. ഒരു പുഷ് ബാക്ക് ചെയ്യാനൊന്നും പറ്റില്ല, എന്നാലും നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഇരിക്കാൻ പറ്റും. കയറിയ സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു കാഴ്ചയല്ല ഇപ്പോൾ. ഛത്രപതി സംഭാജി നഗറിൽ നിന്നും 375 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ എത്തിയത് ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. 4:52 ഇപ്പോൾ. മുംബൈ CSMT. ഈ ട്രെയിന് റേക്ക് ഷെയറിംഗ് ഉണ്ട്. മുംബൈ CSMTന്ന് മൻമാഡിലേക്കുള്ള പഞ്ചവതി എക്സ്പ്രസ് ആയിട്ട് 6:15 അത് ഇവിടുന്ന് പോവുക. ഇനിയിപ്പോൾ നേരെ പുറത്തേക്ക് ഇറങ്ങാം. ഞങ്ങളിപ്പോൾ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയേ. ഇത് ഇവിടുത്തെ ബസ് സ്റ്റാൻഡാണ്. ഇതൊരു AC ഡബിൾ ഡെക്കർ. ഞങ്ങളിനി നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനാണേ. ഞങ്ങളെപ്പം പോകുന്നൊരു ഹോട്ടലുണ്ട്, അവിടത്തേക്ക് വേഗം പോവുകയാണ്. സമയം ലേറ്റായി ഇന്ന് ഭക്ഷണം കഴിക്കാൻ. ഇതിന് ചെറിയ പൈസയേ ഉള്ളൂ ഇതിൽ പോകാൻ. മുംബൈയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഇതൊക്കെ ഒരു തവണ ട്രൈ ചെയ്യുക. ഞങ്ങൾ ഇവിടുന്ന് ഓർഡർ ചെയ്തത് മലബാർ ടൈപ്പ് ചിക്കൻ ബിരിയാണിയാണ്. ഇതിൻ്റെ കൂടെ തന്നെ പപ്പടമൊക്കെ ഉണ്ട്, പിന്നെ ഇതാ സാലഡും. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചിക്കൻ ഫ്രൈ കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല വിശപ്പ് സമയത്ത് ഇങ്ങനെ ചിക്കൻ ബിരിയാണി കഴിക്കണം. ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളിതാ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലെത്തിയേ. സ്റ്റേഷൻ്റെ നല്ലൊരു കാഴ്ച നമുക്ക് ഇവിടെ നിന്നാണ് കിട്ടുക. ഈ സമയത്തെ തിരക്കാണ് ഇവിടെ. അതായത് ഇപ്പോൾ ഒരു 6 മണി ആകാനായി. ഇത് ഇവിടെയൊക്കെ ട്രാഫിക്കാണ്. ഇത് ഇലക്ട്രിക് ബസ്സാണ് കേട്ടോ. ഇത് നമ്മളിന്ന് യാത്ര ചെയ്ത ഹിംഗൊള്ളി ഡെക്കാൻ ജനശതാബ്ദിയില്ലേ, ഇത് ആദ്യം ഓടിയത് ജാൽന വരെയാണ്. പിന്നീടാണ് ജാൽനയിൽ ഹിംഗൊള്ളി ഡെക്കാനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തത്. അതുപോലെ തന്നെ ഛത്രപതി സംഭാജി നഗറിൽ നിന്ന് മുംബൈയിലേക്കുള്ള ഏറ്റവും വേഗതയേറിയ 2ാമത്തെ വണ്ടിയാണ് ഈ ജനശതാബ്ദി. 1ാമത് വരുന്നത് വന്ദേ ഭാരതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിന്ന് മുംബൈയിൽ നേരെ തിരിച്ച് നമ്മുടെ കേരളത്തിലേക്ക് പോവുകയാണ്. പോകുന്ന വണ്ടി ഏതാണെന്ന് വെച്ചാൽ ഇവിടുന്നല്ല, CST എന്നല്ല, ലോകമാന്യ തിരുന്നാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഇവിടുന്ന് ഇനി ഏതായാലും ബേലാപ്പൂരിലേക്കോ വാശിയിലേക്കോ പനവേലേക്കോ പോകുന്ന ലോക്കൽ ട്രെയിൻ പിടിച്ച് നേരെ തിലക് നഗർ പോകും. അവിടുന്ന് നൈറ്റിലാണ് നമ്മുടെ വണ്ടി. അപ്പോൾ എന്താ പറയുക, അടുത്തൊരു കിടിലൻ വീഡിയോ ആണ്. ട്രെയിൻ ഏതാണെന്ന് പറഞ്ഞില്ല കേട്ടോ, നിങ്ങൾ ഏകദേശം ഗസ് ചെയ്തോ. രാത്രിക്ക് എറണാകുളത്തേക്ക് വന്നൊരു വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ ബൈ ബൈ.